നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കം. കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയും ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തി ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നു. സമരം കോട്ടയം MP K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. പൈനാവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ല ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് മന്ത്രി. കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതായും മന്ത്രി K രാജൻ. സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറിയതായി ആരോപണം ഉയർന്നിരിക്കുന്നത് നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്. ഓപ്പൺ ഓഡിറ്റോറിയം, വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണം മുടങ്ങി. വിശദമായ വാർത്തകൾ. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയും ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് P പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് സമ്മേളനം 2 ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 798 ബ്രാഞ്ച് സമ്മേളനങ്ങളും 96 ലോക്കൽ സമ്മേളനങ്ങളും 10 മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മുതിർന്ന നേതാവും സംസ്ഥാന കൗൺസിൽ അംഗവുമായ KK ശിവരാമൻ പതാക ഉയർത്തി. സംസ്ഥാന കൗൺസിൽ അംഗം VK ധനപാൽ ദീപശിഖ കൊളുത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയും ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ലോകത്ത് മുഴുവൻ ഇത്ര ശക്തി സംഭരിച്ചുകൊണ്ട് സമാധാനത്തിനെതിരായി, സമാധാന പ്രസ്ഥാനങ്ങൾക്കെതിരായി, പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായി, തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുമെതിരായി വലിയ തോതിലാണ് ആക്രമണം. ഒരു അഗ്രസീവായ ആക്രമണോത്സുകമായ വിധത്തിലാണ് ഇവിടെയെല്ലാം ഈ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് സാമ്രാജ്യത്വം, മുതലാളിത്തം ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ ആധിപത്യം ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, യുവജനങ്ങളും വിദ്യാർത്ഥികളും അതിൻ്റെതായ വലിയ മുന്നേറ്റങ്ങൾ, എഴുത്തുകാരും കലാകാരന്മാരും ചിന്തിക്കുന്നവരും പരിസ്ഥിതി പ്രവർത്തകരും പുരോഗമനപരമായ ആശയങ്ങൾ പല രൂപത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളെല്ലാം മറുഭാഗത്തും ശക്തിപ്പെടുകയാണ്. CU ജോയി രക്തസാക്ഷി പ്രമേയവും ജോസ് ഫിലിപ്പ് അനുസ്മരണ പ്രമേയവും MK പ്രിയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K സലിംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, സത്യൻ മൊകേരി, PP സുനീർ, KK അഷ്റഫ്, P മുത്തുപ്പാണ്ടി, വാഴൂർ സോമൻ, VR ശശി, MY ഔസേപ്പ്, ES ബിജിമോൾ, ജയ മധു, കുസുമം സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. CPI ഭരിക്കുന്ന വകുപ്പുകളെ CPM പ്രതിക്കൂട്ടിലാക്കുന്നു. കേരള കോൺഗ്രസിനെ LDF-ലെ രണ്ടാമത്തെ പാർട്ടിയാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. CPM-നും MM മണിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്. മന്ത്രിസ്ഥാനത്തിരുന്ന MM മണി CPI-ക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ നിരന്തരം ശ്രമിച്ചു. CPI തകരേണ്ട പ്രസ്ഥാനമാണെന്നും തകർക്കുക തന്നെ ചെയ്യുമെന്നും MM മണി 2012 പ്രസംഗിച്ചതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. വനംവകുപ്പ് മന്ത്രി വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. വനംവകുപ്പ് വന്യമൃഗങ്ങളെക്കാളും അപകടകാരികളാണ്. മന്ത്രിമാർക്ക് നന്നായി ഭരിക്കാൻ കഴിയുന്നില്ല. നവകേരള സദസ്സ് നാണം കിട്ടുപോയ കപട നാടകമായിരുന്നു. മന്ത്രിമാർക്ക് 1 മാസത്തെ സുഖവാസമായിരുന്നു നവകേരള സദസ്സ്. ആശാവർക്കർമാർക്ക് അനുകൂല നിലപാട് CPI എടുത്തില്ല.
മാവേലി സ്റ്റോർ ഇങ്ങനെയാണെങ്കിൽ നിർത്തലാക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇടുക്കിയിൽ കെ ജയചന്ദ്രൻ മാറി CV വർഗീസ് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ CPI-CPM ബന്ധം മെച്ചപ്പെട്ടു. എന്നാൽ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ CPM CPIക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു. കേരള കോൺഗ്രസിനെ മുന്നണിയിലെ രണ്ടാം കക്ഷിയാക്കണമെന്ന് CPMന് നിർബന്ധമുണ്ട്. കേരള കോൺഗ്രസിന്റെ സ്വാധീനം ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണെന്നും ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നു. സമരം കോട്ടയം MP K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഭരണത്തിലെ വീഴ്ചയാണെന്ന് K ഫ്രാൻസിസ് ജോർജ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലേക്കടക്കം എത്തുന്നതിന് ഹൈറേഞ്ച് നിവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു ദേശീയപാത 85ന്റെ വികസനം. തുടർന്ന് ഡീൻ കുര്യാക്കോസിന്റെ ശ്രമഫലമായാണ് പാത വീതി കൂട്ടി നിർമ്മിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായത്. എന്നാൽ ഇതിനിടെ ജില്ലയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ പാതയുടെ നേര്യമംഗലം മുതൽ വളറ വരെയുള്ള ഭാഗങ്ങൾ വനമാണെന്ന് കാണിച്ച് ഹർജി സമർപ്പിച്ചു. ഈ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് പാതയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി. ഇതോടെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. സമരം കോട്ടയം MP K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഭരണത്തിലെ വീഴ്ചയാണെന്ന് K ഫ്രാൻസിസ് ജോർജ് കുറ്റപ്പെടുത്തി. ഒരു യോഗം ചേർന്ന് ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാകില്ല. അതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഉപയോഗിച്ച് കോടതിയിൽ പോയി കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി വേണ്ടേ? എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറുണ്ടോ? എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞ തീരുമാനത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുക്കുക? നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭരണം ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിനെയും കോടതിയെയും നാടിനെയും തെറ്റിദ്ധരിപ്പിച്ചതിൽ എന്താണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. സർക്കാരിനെയും ഈ നാടിനെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്തതായ ഈ ദുഷ്ചെയ്തിക്ക് എന്താണ് സർക്കാരിന്റെ നിലപാട്? അത് സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സർക്കാരിന്റെ ഈ സത്യവാങ്മൂലം പിൻവലിച്ച് അക്കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തുറന്ന് സമ്മതിച്ച് ഈ വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം തെറ്റു ചെയ്തിരിക്കുന്നു എന്നുള്ളത് തുറന്ന് പറഞ്ഞ് ഇവിടെ മറ്റൊരു സത്യവാങ്മൂലം നൽകുകയാണ് വേണ്ടത്. സമരത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ MP സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നേതാക്കളായ EM അഗസ്തി, അപ്പു ജോൺ ജോസഫ്, ജോയി തോമസ്, PC ജയൻ, MJ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ഇടുക്കി ടൗണിൽ വെച്ചാണ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കി. ദേശീയപാത 85 ഉൾപ്പെടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ സർക്കാർ കോടതിയിൽ പരിസ്ഥിതി സംഘടനകൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച മലയോര ജനതയോട് കാണിക്കുന്ന വഞ്ചന അവസാനിപ്പിക്കുക, CHRലെയും 1964 ഭൂപതിവ് നിയമപ്രകാരമുള്ള പട്ടയ നടപടിയും നിർത്തിവെച്ച കോടതി ഉത്തരവുകൾ പുനർപരിശോധിക്കാൻ നടപടി സ്വീകരിക്കുക, CHR കേസിൽ സുപ്രീം കോടതിയിലും ദേശീയപാത വിഷയത്തിൽ ഹൈക്കോടതിയിലും നൽകിയ തെറ്റായ സത്യവാങ്മൂലങ്ങൾ തിരുത്തി നൽകുക, തൊമ്മൻകുത്തിൽ കൈവശ ഭൂമി വനമാക്കി മാറ്റാനുള്ള സർക്കാർ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ഇടുക്കി ടൗണിലെത്തിയ മന്ത്രിയെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ നീക്കിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, സംസ്ഥാന സെക്രട്ടറി ജോബിൻ മാത്യു, പ്രശാന്ത് രാജു, AM സന്തോഷ്, ആനന്ദ് തോമസ്, ലിഞ്ചോ ജോസഫ്, ജസ്റ്റിൻ ജോർജ്, രഞ്ജു എഴുത്തൂരാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31 ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി. 31 നടക്കുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത വനമാണെന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ വിധി ഉണ്ടായിട്ടുള്ളതെന്ന് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി.
ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഈ മാസം 31-ന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയുമുണ്ടെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈറേഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങളോ വേണമെങ്കിൽ താഴെ പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് ഈ റോഡ് വരുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജുത്സാവഹമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനെതിരെ എന്ത് വില കൊടുത്തും എന്ത് സമരങ്ങൾ നടത്തിയും പ്രതിഷേധിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ്റെയും അതുപോലെ തന്നെ അടിമാലി മഹല്ല് കോർഡിനേഷൻ്റെയും അടിമാലി മുസ്ലിം ജമാഅത്തിൻ്റെയും നേതൃത്വത്തിൽ മഹല്ലുകളെ അംഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് വിപുലമായ രൂപത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. വനംവകുപ്പിന്റെ ബിനാമിയായ ഒരു പരിസ്ഥിതിവാദി കൊടുത്ത പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത വനമാണെന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി ഉണ്ടായിട്ടുള്ളതെന്നും അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഇത് മാത്രമല്ല, നമ്മുടെ ഹൈറേഞ്ചിന്റെ ഒരു വലിയ ഭാഗം മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്നുള്ള രേഖയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്താണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഇത് വരും കാലങ്ങളിൽ കൂടുതൽ താമസമില്ല, ഇതെല്ലാ ഭാഗത്തും ഹൈറേഞ്ചിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്നു. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി, അടിമാലി ടൗൺ ജുമാ മസ്ജിദ് രക്ഷാധികാരി ഇമാം ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി, DKLM മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താനി, മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി, VK യൂനസ്, CS നാസർ, CH അഷ്റഫ്, സുനീർ കാരിമറ്റം, കരീം പാറേക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ല ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ പൈനാവിൽ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതായും മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ചയോടെ അംഗീകാരം നൽകുകയും ഒരു മാസത്തിനുള്ളിൽ പട്ടയ വിതരണം നിർവഹിക്കുകയും ചെയ്യും. ഇടുക്കി പദ്ധതി പ്രദേശത്തെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. കുറ്റ്യാർവാലിയിലെ 1200 പേർക്ക് സെപ്റ്റംബറിൽ പട്ടയം നൽകും. അതിവേഗം സർവേ പൂർത്തിയാക്കിയാണ് ഭൂമിയുടെ ഒരു രേഖയും ഇല്ലാതിരുന്നവർക്ക് ഇവിടെ 5 മുതൽ 10 സെന്റ് വരെ ഭൂമി ലഭ്യമാക്കുന്നത്. റവന്യൂ ഭൂമി കൈമാറിയ കുറിഞ്ഞി സാങ്ച്വറിയുടെ പ്രശ്നങ്ങൾ നവംബറോടെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വരുന്ന 6 മാസം ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഭൂപതിവ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വരുന്നതും ജില്ലയ്ക്ക് വലിയ ആശ്വാസം പകരുമെന്നും മന്ത്രി പറഞ്ഞു. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളോടെ നല്ല സൗകര്യത്തിൽ താമസിക്കാൻ പറ്റുന്ന മുറികളാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പിനെ അടിമുടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്ന ഒരു ഘട്ടമാണ്. ഓഫീസുകൾ സ്മാർട്ടാക്കണം എന്ന നടപടിക്രമത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ 600-ലേറെ സ്മാർട്ട് വില്ലേജുകൾ പുതിയതായി രംഗപ്രവേശനം ചെയ്തു. ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ആ വില്ലേജിന്റെ കെട്ടിലും മൊട്ടിലും മാറ്റം വരുത്തുക എന്ന് മാത്രമല്ല, ആധുനിക ക്രമീകരണങ്ങളോടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസായി റവന്യൂ വകുപ്പിന്റെ പൂമുഖ പടിവാതിലായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മാറണം എന്ന് നമ്മൾ നിശ്ചയിച്ചു. ഇടുക്കി ജില്ലയിൽ ആകെയുള്ള 68 വില്ലേജ് ഓഫീസുകളിൽ 33 എണ്ണവും സ്മാർട്ടായി മാറിയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും അവർക്ക് പരമാവധി പ്രവർത്തന പദ്ധതിയിൽ രംഗപ്രവേശം ചെയ്യുക എന്ന സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. MM മണി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നീറണാക്കുന്നേൽ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, ADM ഷൈജു P ജേക്കബ്, സബ് കളക്ടർ അനൂപ് ഖർഗ്, ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രാജു കല്ലറക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു.
സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറിയതായി ആരോപണം. നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഓപ്പൺ ഓഡിറ്റോറിയം, വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത്. ഓരോ വർഷവും സ്കൂളുകൾക്കായി പദ്ധതികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ചോറ്റുപാറ സ്കൂളിൽ 3 പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. 2021-22 കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം അനുവദിച്ചു നിർമ്മിച്ച ടോയ്ലറ്റ് ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന കുഴി മൂടിയിട്ടില്ല. വാട്ടർ ടാങ്കും സ്ഥാപിക്കാതെ വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് നേരിട്ടാണ് ടോയ്ലറ്റിലേക്ക് എടുത്തിരിക്കുന്നത്. പ്ലംബിംഗ് ജോലികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ പദ്ധതിയുടെ നിർമ്മാണത്തിന് അനുവദിച്ച മുഴുവൻ തുകയും മാറിയെടുത്തതായാണ് ആരോപണം. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ ചോറ്റുപാറയ്ക്ക് അനുവദിച്ചിട്ടുള്ള വിവിധ ഫണ്ടുകൾ, വിവിധ പദ്ധതികൾ അത് പകുതി പണി പൂർത്തീകരിക്കാതെ പകുതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് അനുവദിച്ചിട്ട് 4 വർഷത്തോളമായി അതിന്റെ സാധന സാമഗ്രികൾ അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് കഴിഞ്ഞ വർഷം പെട്ടെന്ന് വന്ന് അതിന്റെ കുറച്ച് പണികൾ തീർത്തു. ഇപ്പൊ അതിന്റെ തൂണുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാതെ, അതിന്റെ സൈഡിൽ ടൈലിടാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാതെ, അതുപോലെ ഷീറ്റിന് പാത്തിയൊന്നും വെക്കാതെ മഴക്കാലത്ത് വലിയ വെള്ളം കുത്തിയൊലിച്ച് സ്കൂളിന്റെ ഗ്രൗണ്ടൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ നമ്മൾ അതിന്റെ കോൺട്രാക്ടറെ വിളിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ ബന്ധപ്പെടുന്നില്ല. അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെ ഫണ്ടിൽ അനുവദിച്ച് മറ്റൊരു ജില്ലാ പഞ്ചായത്തിന്റെ മകനാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് വളരെ മോശമായിട്ടാണ് പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അത് പണിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ഒരു 10 ലക്ഷം രൂപ വരുന്ന ടോയ്ലറ്റ് പണിതിട്ട് ഇപ്പോ നമ്മൾ കണ്ടതുപോലെ അതിന്റെ ടാങ്കുകൾ മൂടാനോ അതിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കാനോ അതിന്റെ മറ്റ് പണികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ 10 ലക്ഷം രൂപ ഫണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് അറിയുന്നു. അതുപോലെ പുതിയ ഫണ്ടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കോൺട്രാക്ടർമാർ പാർട്ടിക്കാരുടെയും മറ്റു ആളുകളുടെയും ബിനാമികളായിട്ടുള്ള ആളുകൾ വന്ന് കോൺട്രാക്ട് എടുക്കുകയും സ്കൂൾ പോലും അറിയാതെ പണി പൂർത്തീകരിക്കുകയും ഫണ്ട് മാറിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല. മേൽക്കൂരയിൽ നിന്നും വീഴുന്ന മഴവെള്ളം വരാന്തയിലേക്ക് വീഴാതെ ഒഴുകിപ്പോകുന്നതിന് പാത്തിയും സ്ഥാപിച്ചിട്ടില്ല. ക്ലാസ് വരാന്തകളിൽ ടൈൽ ഇടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം SSKയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റൊരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. അതേസമയം നിർമ്മാണം സംബന്ധിച്ച വിവരങ്ങൾ തിരക്കാൻ കരാറുകാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് പിന്നിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഇതേ തുടർന്ന് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് കല്ലും മണ്ണും നീക്കം ചെയ്യാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചു. എന്നാൽ ഇതുവരെയും ഇത് പൂർണ്ണമായി മാറ്റിയിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ബാക്കിൽ ഒരു കുണ്ടാണ്, അവിടെ മണ്ണിടിഞ്ഞ് പകുതി ഭാഗത്തോളം കൈവരിച്ചിട്ടുണ്ട്. ബാലൻസ് മാറ്റുന്നതിന് വേണ്ടി അത് നേരത്തെ വന്ന് കാണുകയും ഞാൻ ആ മുനിസിപ്പാലിറ്റിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. മുനിസിപ്പാലിറ്റിക്കാരത് മാറ്റേണ്ടതാണ്, അവർ മാറ്റാൻ ആവശ്യം നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ടാൽ ആ മണ്ണ് മാറ്റുന്നതിന് ആവശ്യം നടപടി സ്വീകരിക്കുന്നതാണ്. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്കൂളിന്റെ മുറ്റത്തോടെയാണ് പോകുന്നത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്നതനുസരിച്ച് ഷീറ്റിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റും അത്ര പോരാ. അപ്പോൾ ആ നിലയിൽ ഇത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടും ഇത് വളരെ അത്യാവശ്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടും അതിനാവശ്യമായ തുക MLA ഫണ്ടിൽ നൽകുക. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ KSEBയോട് ആവശ്യപ്പെട്ടു. മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം MM മണി MLAയും സ്കൂളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പന നഗരസഭയുടെ വിവിധ അനാസ്ഥകൾക്കെതിരെ വ്യാപാരി വ്യവസായ സമിതി 23-ാം തീയതി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിലെ വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് നേരെ നഗരസഭാ അധികൃതർ മുഖം തിരിക്കുന്ന സമീപനത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ കെട്ടിടങ്ങൾക്ക് ചോർച്ചയും കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാണിച്ച നിരവധി നിവേദനങ്ങൾ നഗരസഭയ്ക്ക് മുൻപാകെ വ്യാപാരി വ്യവസായി സമിതിയടക്കം നൽകിയിട്ടുണ്ട്.
ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സാമൂഹിക വിരുദ്ധ സംഘങ്ങൾ വളർന്നു വരുന്നു. ഇതുവഴി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ഉണ്ടാകുന്നു. ഒപ്പം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷയുമില്ല. വേണ്ടത്ര വെളിച്ച സംവിധാനവും സെക്യൂരിറ്റിയും ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. ഇതെല്ലാം കാണിച്ച് നിരവധി തവണയാണ് നഗരസഭ അധികൃതരെ സമീപിച്ചത്. എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറയുന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, അതായത് കുടിവെള്ളം അടക്കമുള്ള ശുചിമുറി അടക്കമുള്ള സംവിധാനങ്ങളുടെ പോരായ്മ, അതുപോലെ ചോർന്നൊലിക്കുന്ന കെട്ടിടമായിട്ട് മാറിയിരിക്കുന്നു. ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് കട്ടപ്പന നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഷണങ്ങൾ വരെ അവിടെ നടന്നു. ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ഈ രാത്രി കാലങ്ങളിലും വെളുപ്പിനെ സമയങ്ങളിലും ഒക്കെ അന്യ ജില്ലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാരടക്കം അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ, വ്യാപാരികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ നമുക്കറിയാം, കട്ടപ്പന മാർക്കറ്റിലെ നഗരസഭയുടെ ഉടമസ്ഥകളുടെ കെട്ടിടം ചോർന്നിരിക്കുന്നു. വ്യാപാരികൾക്കുണ്ടാകുന്ന ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ, ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിച്ച് നമ്മൾ വിവിധ വാർത്തകൾ ഇവിടുന്ന് നിങ്ങൾ മാധ്യമങ്ങളടക്കമുള്ള ഒരു വാർത്ത കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ധിക്കാരപരമായിട്ടുള്ള തീരുമാനമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ബസ് സ്റ്റാൻഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടും പരിഹാരത്തിന് നഗരസഭാ അധികൃതർ ശ്രമിക്കുന്നില്ല. മാർക്കറ്റിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ചോർച്ചയുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹാരമില്ല. വിവിധങ്ങളായ പ്രതിസന്ധികളോട് മുഖം തിരിക്കുന്ന നഗരസഭയുടെ ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് സമരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മജീഷ് ജേക്കബ്, GS ഷിനോജ്, MR അയ്യപ്പൻകുട്ടി, ആൽബിൻ തോമസ്, DJ കുഞ്ഞുമോൻ, PB സുരേഷ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം വാഹന ഇൻഷുറൻസിന്റെ പേരിൽ പണം തട്ടുന്നതായി പരാതി. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന UNZ ബിസിനസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലെ യുവതിയാണ് പണം തട്ടുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനും സൈബർ സെല്ലിനും കട്ടപ്പന DYSPക്കും പരാതി ലഭിച്ചു. വാഹന ഇൻഷുറൻസ് പുതുക്കാനുള്ളവരെ യുവതി ഫോണിൽ വിളിച്ച് പോളിസി പുതുക്കാനുള്ള സമയമായെന്നും ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പുതുക്കി കൊടുക്കാമെന്നും ഇതിന് അടയ്ക്കേണ്ട തുക എത്രയാണെന്നും അറിയിക്കും. വാഹന ഉടമകൾ പ്രതികരിച്ചില്ലെങ്കിൽ തുടർച്ചയായി വിളിച്ച ഡിസ്കൗണ്ട് റേറ്റിൽ അടയ്ക്കുന്നതിന്റെ നേട്ടവും വൈകിയാൽ ഇൻഷുറൻസ് നഷ്ടപ്പെടുമെന്നും അറിയിക്കും. ഇങ്ങനെ പണം അടയ്ക്കാൻ തയ്യാറാകുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പർ തുടങ്ങിയവ നൽകി പണം വാങ്ങും. പിന്നീട് ബന്ധപ്പെടുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഡീറ്റെയിൽസ് ഉടൻ അയക്കാമെന്ന് പറയും. ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഫോൺ ചെയ്താൽ മറുപടി ഉണ്ടാകാറില്ല. ഇത്തരത്തിൽ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടതായാണ് വിവരം. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിക്ക് ഇത്തരത്തിൽ 11,800 രൂപ നഷ്ടപ്പെട്ടു. ഇയാളുടെ പിക്കപ്പ് വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത്. കട്ടപ്പന DYSP VA നിഷാദ് മോന് ഇത് സംബന്ധിച്ച് പത്തനംതിട്ട കൊട്ടാരക്കര സ്വദേശികളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. മുൻപ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് വിവരം. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ സ്ഥാപനം അടച്ചിട്ട നിലയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി കട്ടപ്പന DYSP അറിയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം IBITന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. റെസിഡൻഷ്യൽ പരിശീലന സൗകര്യങ്ങൾ വളരെ പരിമിതമായ ജില്ലാ ആസ്ഥാനത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ച ബഹുനില മന്ദിരത്തിലാണ് കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന് റെസിഡൻഷ്യൽ പരിശീലന കേന്ദ്രം IBIT പ്രവർത്തനം ആരംഭിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കൺവെൻഷൻ സെന്റർ പോലെയൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു കേന്ദ്രമാണ്. പ്രിയപ്പെട്ട ആന്റണി ചേട്ടൻ, ആന്റണി പാറത്തോട് അദ്ദേഹത്തിന്റെ സ്ഥലമായിരുന്നു. അദ്ദേഹം പ്രത്യേകമായി നല്ല ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് വേണ്ടി, ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ഭൂമിയാണ്. ബഹുമാനായ ശ്രീ AP ഉസ്മാൻ അദ്ദേഹത്തിന്റെ ഭരണസമിതിയുടെ കാലയളവിൽ അന്നത്തെ ഭരണസമിതി ഒറ്റക്കെട്ടായി നൂതനമായ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് വനിതാ പരിശീലന കേന്ദ്രത്തിലേക്ക് കടന്നത്. ഇപ്പോൾ തുടർന്ന് വന്ന ഭരണസമിതികളിലൂടെ ഇപ്പോൾ ഈ ഒരു തലത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ധാരണാപത്രം കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൈജമോൾ P കോയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി, ഡിവിഷൻ മെമ്പർ ഡിറ്റ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു.
കട്ടപ്പന ടൗണിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് ആരോപിച്ച് ജൈവമാലിന്യങ്ങൾ ശേഖരിക്കാനെത്തുന്ന വാഹനം വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കട്ടപ്പന ടൗണിൽ ജനത്തിരക്കേറുന്ന സമയത്ത് ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്തു വന്നത്. കട്ടപ്പന നഗരസഭയിൽ ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് യൂസർ ഫീ ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിലോയ്ക്ക് 7 രൂപയ്ക്കാണ് ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഇത് വ്യാപാരികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്ന പരാതി നൽകിയതിനെ തുടർന്ന് പലതവണ ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി പറയുന്നു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ഇവരോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പലപ്പോഴും പറഞ്ഞു, ഈ ഒരു സമയം നിങ്ങൾ മാറ്റണം. ഇവിടെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം മഴക്കാലമാണ്, പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ്, എലിപ്പനി അടക്കമുള്ള സംഭവങ്ങളുണ്ട്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് കട്ടപ്പനയുടെ ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണ്. അവർ മൗനം പാലിച്ചുകൊണ്ട് എന്തും ആയിക്കോട്ടെന്നും അതിന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഓരോ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വ്യാപാര ദ്രോഹമാണ്, ജനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതൊരു കാരണവശാലും ഇന്ന് ഞങ്ങളിവിടെ വാഹനം തടയുണ്ടായി. ഇപ്പോൾ സെക്രട്ടറി വന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ സമരവിവരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും ഇതേ രീതിയിലുള്ള നിലപാടുകൾ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായാൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായി സമിതി മുമ്പോട്ട് പോകുന്നതാണ്. മാലിന്യം നീക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം. തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം. ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയത്. ഇതുമൂലം പഞ്ചായത്തിന് വൻ നഷ്ടമുണ്ടായതായും പരാതിയുണ്ട്. കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ് ആസ്ഥാനമായ തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത്. ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി. എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനരുപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഭരണകക്ഷിയിലെ ചിലരുടെ താൽപര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടെ പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന വരുമാനം നഷ്ടമായതായും പരാതിയുണ്ട്. ആസ്പെറ്റോസ്, ഒറാലിയം ഷീറ്റുകൾ, ഷട്ടറുകൾ, കരിങ്കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ എന്നിവയാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത്. എന്നാൽ കരിങ്കല്ലൊഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നെന്നാണ് പരാതി. ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് DCC എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് മണി പറഞ്ഞു. ഇങ്ങനെ വരുന്ന സാധനങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾ വിൽക്കുമ്പോൾ അത് രൂപയുടെ കണക്കല്ല. എത്ര രൂപയ്ക്ക് കൊടുത്താലും, ഇപ്പോൾ 10 രൂപയ്ക്ക് കൊടുത്താലും 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും അത് കൊട്ടേഷൻ വിളിച്ച് ആളുകളെ അറിയിച്ചിട്ട് ലേലം ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ് നിയമം. ഇപ്പോൾ ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ സംഭവ സ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല. അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു, അതിനുശേഷം വാർത്ത കൊടുത്തു അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പത്രക്കാരുമായി അന്വേഷിച്ചു, പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കാമാക്ഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പഞ്ചായത്ത് പരസ്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സ്ഥലം നിൽക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രസ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവെന്നോ ആ പരസ്യം കൊടുത്തതിൻ്റെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ റെസിപ്റ്റും അതുപോലുള്ള ചെലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് പത്രത്തിൽ കൊടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സ്ഥലം ഇത് കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിൽ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ രേഖകൾ പഞ്ചായത്ത് ഹാജരാക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോയിരിക്കുന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത കെട്ടിടങ്ങളുടെ മറ്റ് സാധനങ്ങൾ, നിർമ്മാണ സാധനങ്ങൾ മിച്ചം വന്നത് രണ്ടാമത് ലേലം ചെയ്ത്, അതായത് പരസ്യമായി പത്രത്തിൽ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ അറിയിച്ച് ലേലം ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകർ വ്യക്തമാക്കി. കട്ടപ്പന ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ജൂലൈ 21 നടക്കും. ജെബിൻ ജോസ് പ്രസിഡന്റായും ജോസ് ജോണി സെക്രട്ടറിയായും മാത്യു കെ ജോൺ ട്രഷററായുമുള്ള ഭരണസമിതിയാണ് ചുമതല ഏൽക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ LCIF ഏരിയ ലീഡർ V അമർനാഥ് നിർവഹിക്കും. പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നിർവഹിക്കും. ഡിസ്ട്രിക്ട് സർവീസ് പ്രൊജക്റ്റായ സ്കൂൾ കുട്ടികൾക്കുള്ള ഇൻസിനറേറ്റർ മെഷീനുകൾ 5 സ്കൂളുകൾക്ക് നൽകും. സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കാഞ്ചാർ LP സ്കൂളിന്
മരുന്നുകൾ സൂക്ഷിക്കുവാനും മറ്റ് ഉപയോഗങ്ങൾക്കുമായി ഫ്രിഡ്ജ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ അംഗങ്ങളായിട്ട് വരുന്ന മെമ്പേഴ്സിന് ഇൻഡക്ഷൻ നടത്തുന്നത് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ VS ജയേഷ് ആണ്. അതോടൊപ്പം തന്നെ ഈ വർഷം പ്രോജക്റ്റുകളുണ്ട്. ഡിസ്ട്രിക്ട് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് ക്ലബിന്റെ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനങ്ങളുണ്ട്. ഇതെല്ലാം അന്നേ ദിവസം വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കട്ടപ്പന ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്ട് 318C ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്ലബ്ബാണ്. കട്ടപ്പന ആദ്യകാലത്തെ ക്ലബ്ബാണ്. 45ാമത്തെ പ്രസിഡന്റായിട്ടാണ് ഞാൻ ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ വർഷം 3 വീടുകൾ ഉൾപ്പെടെ 25 ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ലയൺസ് ക്ലബ് നടത്തിയത്. ഈ വർഷവും ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. 5 വീടുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്കുള്ള പ്രോജക്റ്റുകൾ, കൃത്രിമ അവയവദാനം, സൗജന്യ ഡയാലിസിസ് തുടങ്ങി വിവിധ പദ്ധതികൾ ക്ലബ് വിഭാവനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ അനുസരിച്ച് 15 ലക്ഷം ആൾക്കാർ, 15 മില്യൺ ആൾക്കാർ മെമ്പർഷിപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതി ഈ വർഷം 1.5 മില്യൺ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നടപ്പാക്കുന്നു. നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലും ഏറ്റവും നല്ല രീതിയിൽ പുതിയ അംഗങ്ങളെ, എസ്പെഷ്യലി യൂത്ത് കോർഡിനേഷൻ, ഇന്നിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എൻവിസേജ് ചെയ്യുന്ന യൂത്ത് കോർഡിനേഷനാണ്. ആ യൂത്ത് കോർഡിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കട്ടപ്പന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്നോണം ഈ വർഷം 12 പുതിയ അംഗങ്ങളെ അന്നേ ദിവസം നമ്മൾ പുതിയ അംഗങ്ങളായി ക്ലബിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെൻസ് കുര്യൻ, ഇലക്ടഡ് പ്രസിഡന്റ് ജിബിൻ ജോസ്, ട്രഷറർ K ശശിധരൻ, ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ MM ജോസഫ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീജിത്ത് ഉണ്ണിത്താൻ, അമൽ മാത്യു, ജോസഫ് ജോണി, മാത്യു K ജോൺ, സന്തോഷ് ചാളനാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണം നടത്തി. ഇടുക്കി DCC ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉത്തമ മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന ഡീൻ കുര്യാക്കോസ് അനുസ്മരിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള രൂപം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി പ്രവർത്തിച്ച രീതിയും ശൈലിയുമാണ് ഒരു പൊതുപ്രവർത്തകൻ അനുകരിക്കേണ്ടത് എന്നാണ് കേരള ജനതയുടെ കാര്യം. ഒരു സാധാരണക്കാരൻ്റെ ആ ഒരു തരത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ പൊതുപ്രവർത്തകന്റെ വേഷം, ഇനി അതല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ ശൈലി, രൂപം, ഭാവം, അതിന് കൃത്യമായ ഒരു രൂപരേഖ നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാറ് എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, KPCC അംഗം AP ഉസ്മാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, DCC സെക്രട്ടറി MD അർജുനൻ, M പുരുഷോത്തമൻ, DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട, ആഗസ്തി അഴകത്ത തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ നേതാവും കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയുമായ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും 2ാം ചരമവാർഷികവും UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ വെച്ച് UDF പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP ജോസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ UDF മണ്ഡലം ചെയർമാൻ ജോസ് കണ്ടത്തിൻകര, വൈസ് ചെയർമാൻ TS ഹസൻ, DCC മെമ്പർമാരായ ഷാജി കൊച്ചുകരോട്ട, പിയൂസ് കറിയ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത, ജോർജ് അരിപ്ലാക്കൽ, സുനിൽ വാരിക്കാട്ട്, അബി കൂരാപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ 3ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിമല ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ 3ാം ഘട്ട ഉദ്ഘാടനം നടന്നത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പം വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ പൊതുശുചിത്വം പാലിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഗ്രാമത്തിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നിരന്തരമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാലിന്യത്തെ മാറ്റാൻ സാധിക്കൂ.
കാര്യം 2 തരം മാലിന്യങ്ങളാണ്, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ജൈവ മാലിന്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ അത് തരംതിരിച്ച് ഹരിതകർമ്മസേനകൾക്ക് കൈമാറുക എന്നുള്ള പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. പക്ഷെ ഇത് നമ്മളിന്നും ചില സ്ഥലങ്ങളിലോട്ടും കടന്നു പോകുമ്പോഴാണ് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങണം. വീട്ടിലെ മാലിന്യങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് വലിച്ചെറിയാതെ. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ 3ാം ഘട്ടം 2025 ജൂലൈ 19 മുതൽ നവംബർ 1 വരെയാണ് നടക്കുന്നത്. ഈ കാലയളവിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം. എല്ലാ മാസവും 3ാമത്തെ വെള്ളിയാഴ്ച സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയും എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച പൊതുസ്ഥലങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കാനുമാണ് പരിപാടി. ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിമി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ്, സ്കൂൾ HM ലേഖ തോമസ്, ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ജോസഫ്, വിജിത VS, നികിത P സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദളപതി വിജയ് മക്കൾ ഇയക്കം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ബസി N ആനന്ദിന്റെ ജന്മദിനം ആഘോഷിച്ചു. ചെറുതോണിയിൽ വെച്ച് നടത്തിയ പരിപാടി DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി വഞ്ചിക്കവലിയിലെ ശക്തി സദനിലെ അന്തേവാസികളോടൊപ്പമാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു KU അധ്യക്ഷനായിരുന്നു. ശക്തിഭവൻ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, ജോയിന്റ് സെക്രട്ടറി ഗ്രേസ് ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസി മാക്സിൻ, സ്വെദർ ഗ്രൂപ്പ് സൂപ്രണ്ട് റോസ്മരിയ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജിനു, കണ്ണൻ, ജിബിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട്. മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനട യാത്രികരെയും ഒരേപോലെ വലയ്ക്കുകയാണ്. വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുണ്ട്. ഇത് അപകട സാധ്യത ഉയർത്തുന്നു. നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ 2 സൈഡിലെയും കാനകൾ വെട്ടി, അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി. അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ 2ാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ യാതൊരുവിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നില്ല. ഈ അപകടങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. ഒരപകടം ഉണ്ടായി കണ്ടിട്ട് അതിനകത്ത് പിന്നെ ദുഃഖിച്ചിട്ടും നടപടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. കൃത്യമായി ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അപകട സാധ്യത നിലനിൽക്കുന്നു. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം. സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു. വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടിമാലി ടൗണിൽ ദേശീയപാതകൾക്ക് നടുവിൽ സ്ഥാപിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു. തുരുമ്പെടുത്ത് ദ്രവിച്ച ഇരുമ്പ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നിരുന്നു. പഴയ ഡിവൈഡറുകൾ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി. അടിമാലി ടൗണിൽ ദേശീയപാത 85 കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും ദേശീയപാത 185 കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡ് കടന്നുപോകുന്ന ഭാഗത്തുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് ഗതാഗതം സുഗമമായി നടക്കുന്നതിനും വാഹനങ്ങൾ നിരതെറ്റിച്ചു പോകാതിരിക്കുന്നതിനുമൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നത്. തിരക്കുള്ള ഭാഗമായതിനാൽ കാൽനട യാത്രികർ തോന്നുംപടി റോഡ് മുറിച്ചു കടക്കുന്നത് തടയുന്നതിനും ഡിവൈഡറുകൾ സഹായിച്ചു.
കല്ലാർകുട്ടി റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ നിർമ്മിച്ച് അതിന് മുകളിലായിരുന്നു ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ വർഷമേറെ പിന്നിട്ടതോടെ ഈ ഡിവൈഡറുകൾ തുരുമ്പെടുത്തും ദ്രവിച്ചും നശിച്ചു. ചിലത് കാലപ്പഴക്കത്താൽ നിലം പതിച്ചു, മറ്റു ചിലത് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന നിലയിലുമായി. ഇതോടെ അപകടാവസ്ഥ ഉയർത്തുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നു. നടപടി ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങി. ഇതിനുശേഷമാണിപ്പോൾ അപകടാവസ്ഥ ഉയർത്തിയിരുന്ന പഴയ ഡിവൈഡറുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പഴയവ നീക്കുന്നതിനൊപ്പം പുതിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനായുള്ള ജോലികൾ ആരംഭിച്ചു. വൈകാതെ കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് ഡിവൈഡറുകൾ ഉയർത്തിയിരുന്ന അപകടാവസ്ഥ ടൗണിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 252. വിൽപ്പനയ്ക്ക് വന്നത് 57,089. വിൽപ്പന നടന്നത് 56,684. കൂടിയ വില 3,254. ശരാശരി വില 2,681. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,600. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380. ഗ്രാമ്പു 750. കൊക്കോ 80. റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,170 രൂപ. വെള്ളി 126. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കം. കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയും ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തി ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നു. സമരം കോട്ടയം MP K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. പൈനാവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ല ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് മന്ത്രി. കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതായി മന്ത്രി K രാജൻ. സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറിയതായി ആരോപണം ഉയർന്നിരിക്കുന്നത് നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്. ഓപ്പൺ ഓഡിറ്റോറിയം, വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണം മുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.